Hello everyone, welcome to Career Talks with Avodha. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് നന്ദനയാണ്. ഹായ് നന്ദന. ഹായ്. അതിനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാവോ? ഓക്കെ. എന്റെ പേര് നന്ദന. ഞാൻ മലപ്പുറത്ത് നിന്നാണ്. ഞാൻ അവോധയിലെ HR സ്പെഷ്യലിസ്റ്റിന് സ്റ്റുഡന്റ് ആയിരുന്നു. ഇപ്പൊ ഞാൻ ഇന്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്റെ വീട്ടില് അച്ഛൻ, അമ്മ, പിന്നെ അനിയത്തിയാണുള്ളത്. ഓക്കെ. നന്ദന, എന്തുകൊണ്ടാണ് HR സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുന്ന കോഴ്സ് തിരഞ്ഞെടുക്കാനുള്ള കാരണം? എനിക്ക് കൂടുതൽ കമ്പനി വർക്ക്സ് അങ്ങനെയാണ് കൂടുതൽ ഇഷ്ടം. അതെന്താന്നറിയില്ല, ചെറുപ്പം മുതലേ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ നല്ലൊരു കോഴ്സ് നോക്കിയപ്പോ എനിക്ക് HR സ്പെഷ്യലിസ്റ്റ് എന്തുകൊണ്ട് കുറച്ചും കൂടി ഒരു എന്താ പറയാ കുറച്ച് ഇൻസ്പയർ ആയി തോന്നി. അപ്പൊ ഞാൻ അതുകൊണ്ട് സെലക്ട് ചെയ്തു. ഓക്കെ. അപ്പോ ഈ HR സ്പെഷ്യലിസ്റ്റ് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് സെർച്ച് ചെയ്ത് കാണുമല്ലോ. അതിൽ അവോധ സെലക്ട് ചെയ്യാനുള്ള കാരണം എന്തായിരുന്നു? സത്യമാണ്, ഞാൻ കുറെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നോക്കി. പക്ഷെ നമ്മുടെ ഫീസ് സ്ട്രക്ചർ തന്നെയായിരുന്നു മെയിൻ ഒരു പ്രോബ്ലം. കാരണം ഞാൻ ഓൾറെഡി ഒരു കോഴ്സും കൂടി എടുത്തുകൊണ്ട് എനിക്ക് ഇനിയും വേറൊരു കോഴ്സ് പഠിക്കാൻ നല്ല ഫീസ് കൊടുക്കാനൊന്നും അങ്ങനെ കഴിയില്ല. അപ്പൊ ഞാൻ അവോധയിൽ നോക്കിയപ്പോ എനിക്ക് ഭയങ്കര സ്യൂട്ട് ആയിട്ടുള്ള ഒരു എന്താ പറയാ ഒരു ഇതാണ് കിട്ടിയത്. അപ്പൊ ഞാൻ അതുകൊണ്ടാണ് സെലക്ട് ചെയ്തത്. മുന്നേ ഏത് കോഴ്സായിരുന്നു പഠിച്ചിരുന്നത്? ഞാൻ CMA ആയിരുന്നു പഠിച്ചിരുന്നത്. +2 കഴിഞ്ഞിട്ട് പിന്നെ CMA എടുത്തു. ഇപ്പൊ ഓൺലൈൻ ആയിരുന്നു. ഇന്ററിൽ ഓൺലൈൻ ആണ്. ഞാൻ അങ്ങനെ തന്നെയാണ് എടുത്തത്. ഓക്കെ. അപ്പോ മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് വെച്ച് നോക്കുമ്പോൾ അവോധനെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ആ ഫീസ് സ്ട്രക്ചർ കൊണ്ടാണ്. 2800 റുപ്പീസ് എന്ന് പറയുന്ന ഫീസ് സ്ട്രക്ചർ കൊണ്ടാണ്. അപ്പോ അത് സെലക്ട് ചെയ്യുന്ന സമയത്ത്, അവോധ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു? എന്തായാലും ഉണ്ടായിരുന്നു. കാരണം ഇത്ര ചെറിയൊരു ക്യാഷ്വൽ എമൗണ്ടിൽ നമുക്ക് എങ്ങനെ ഇങ്ങനെ ഒരു കോഴ്സ് പഠിപ്പിക്കാൻ പറ്റും എന്നുള്ളതായിരുന്നു മെയിൻ ക്വസ്റ്റ്യൻ. പിന്നെ എന്റെ ഫ്രണ്ടിന്റെ ഒരു ഫ്രണ്ട് ഒക്കെ ഉണ്ടായിരുന്നു, ഇവിടെ പഠിച്ചിരുന്നു. അപ്പൊ ഞാൻ അവരോടൊക്കെ ചോദിച്ചപ്പോ ഓക്കെയാണ്, വലിയ പ്രോബ്ലം ഒന്നുമില്ല എന്നുള്ള നല്ലൊരു ഫീഡ്ബാക്ക് ആണ് കിട്ടിയത്. ഓക്കെ. നന്ദന, നമ്മുടെ ഓൺലൈൻ സെക്ഷൻസിലെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് കയറിയായിരുന്നോ? ഓൺലൈൻ ക്ലാസ്സസിന്റെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യും. ഞാൻ ഇതിനു മുൻപും വേറെ ചില ഓൺലൈൻ ക്ലാസ്സസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അന്നൊക്കെ എനിക്ക് അതൊരു കംഫർട്ടബിൾ ആയി തോന്നിയിട്ടില്ല. പക്ഷെ അവോധയില് ാണോ അതോ വേറെ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ആണോ? അല്ല, വേറെ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് അതൊന്നും വലിയ കംഫർട്ടബിൾ ആയിട്ട് തോന്നിയില്ല. അപ്പൊ എനിക്ക് ഇതും HR സ്പെഷ്യലിസ്റ്റ് തന്നെ ഓൺലൈൻ ആയിട്ട് എടുത്തപ്പോ ഒരു പേടി ഉണ്ടായിരുന്നു, ഇതും അങ്ങനെ ആവുമെന്ന്. പക്ഷെ ഇപ്പോ നല്ല നമുക്ക് ക്ലാസ് കണ്ടാൽ തന്നെ മതി. ഡൗട്ട് ക്ലിയറിങ്ങിനൊന്നും കയറേണ്ട ആവശ്യമൊന്നും വരാറില്ല. ഞാൻ വളരെ ചുരുക്കം കയറിയിട്ടുള്ളൂ. നല്ല ക്ലാസ്സസ് ആണ്. ഓക്കെ. ജാപ്പ് സെക്ഷൻ അറിയാലോ അല്ലേ? അറിയാം. ജാപ്പില് കയറിയിട്ടുണ്ടോ? ഹെൽപ്ഫുൾ ആയിരുന്നോ? ജാപ്പ് ഒരു എന്താ പറയാ ഒരു കോൺഫിഡൻസ് ഉണ്ടായത് സത്യം പറഞ്ഞ ജാപ്പ് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ്. ഞാൻ കോഴ്സ് ഏകദേശം ക്ലാസ്സസ് കഴിഞ്ഞതിന് ശേഷമാണ് ജാപ്പ് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങിയത്. നല്ല നല്ല സെക്ഷൻ ആയിരുന്നു. ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിട്ട് ഇപ്പോ ബയോയും കാര്യങ്ങളൊക്കെ പോയോ? ഫസ്റ്റ് ആദ്യമായിട്ടൊക്കെ അറ്റൻഡ് ചെയ്തപ്പോ ഭയങ്കര പേടിയായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് സെക്കൻഡ് ഇന്റർവ്യൂ തന്നെ കിട്ടി. ഓക്കെ. ഇപ്പോ ഇന്റേൺഷിപ്പ് ചെയ്യാണോ അതോ പ്ലേസ്ഡ് ആയോ, ജോബ് ആയോ? ഇല്ല, ഇന്റേൺഷിപ്പ് ചെയ്യാണ്. ഇപ്പൊ 1 മന്ത് ആവാൻ പോകുന്നു. ഓക്കെ. ഇന്റേൺഷിപ്പ് ചെയ്യുന്ന കമ്പനി അതേപോലെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യോ? ഓക്കെ. അവോധ പോലെ തന്നെയായിരുന്നു. ഞാൻ ഓൺലൈനായിട്ട് വർക്ക് ഫ്രം ഹോം ആണ് എടുത്തത്. എനിക്ക് അങ്ങനെയാണ് കിട്ടിയത്. അപ്പോ ഞാൻ ഇങ്ങനെ ഒരു കോഴ്സ് എങ്ങനെ വർക്ക് ഫ്രം ഹോം ആയി എടുക്കും എന്നുള്ളൊരു ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ചേർന്ന് കഴിഞ്ഞപ്പോ ഭയങ്കര നല്ല ഫ്രണ്ട്ലി ആണ്. നമുക്ക് നല്ല എന്താ പറയാ ഒരു കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ഉണ്ട്. അപ്പോ അതൊക്കെ കണ്ടപ്പോ എനിക്ക് ഓക്കെയാണ്. നല്ല നല്ല കമ്പനിയാണ്. ഞാൻ വെബ്സോൺ ലാബ്സ് എന്നാണ് കമ്പനിയുടെ പേര്. ഓക്കെ. ഇനി അവോധ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വേറെ ആർക്കെങ്കിലും സജസ്റ്റ് ചെയ്തായിരുന്നോ അല്ലെങ്കിൽ ചെയ്തു കൊടുക്കുമോ? ഞാൻ ചെയ്തിട്ടുണ്ട്. എന്റെ ഫ്രണ്ട്സിന് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. അവരിപ്പോ ഡിഗ്രി ലെവൽ ആയതുകൊണ്ടാണ് അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോ ചേരാൻ കഴിയുള്ളൂ. അപ്പൊ ഞാൻ ഏകദേശം എന്റെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്തായാലും എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്നു. കാരണം ഇത്രയും കുറഞ്ഞൊരു ഫീ സ്ട്രക്ചറിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കോഴ്സ് എടുത്ത് പഠിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. അപ്പൊ അത് എന്തുകൊണ്ടും അവർക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും എന്ന് ഞാൻ കരുതുന്നു. ഓക്കെ. അവോധയില് ജോബ് പ്ലേസ്മെന്റും ഡിപ്പാർട്ട്മെന്റ്സും ഒക്കെ ഹെൽപ്ഫുൾ ആയിരുന്നോ?
നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അവര് കോളൊക്കെ ചെയ്യായിരുന്നു, എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പൊ വേറെ ഉള്ളതിലാണെങ്കിൽ എനിക്ക് ഇങ്ങനെയൊന്നും നടക്കുന്നു തോന്നുന്നില്ല, വേറെ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ ആണെങ്കിൽ. അപ്പോ കോള് ചെയ്യായിരുന്നു. പിന്നെ ഹെൽപ്പിംഗ് സെക്ഷൻസ് ഒക്കെ ആയാലും ഭയങ്കര നല്ല, എന്താ പറയാ, നമുക്ക് എപ്പോ വേണമെങ്കിലും എന്ത് ഡൗട്ട്സും ചോദിക്കാം. അങ്ങനെ നല്ലൊരു ഫ്രണ്ട്ലി, എന്താ പറയാ, അറ്റ്മോസ്ഫിയർ തന്നെയായിരുന്നു. ഓക്കെ, ഇനി വർക്ക് ഫ്രം ഹോം തന്നെ കണ്ടിന്യൂ ചെയ്യാനാണോ ഇയാൾക്ക് ഇഷ്ടം? ഇല്ല, ഇന്റേൺഷിപ്പ് കഴിഞ്ഞിട്ട് ഇനി എനിക്ക് ഓഫീസിൽ പോയി ചെയ്യണം എന്ന് തന്നെയാണ്. അങ്ങനെ ചെയ്യണം എന്നാണ്. ഓക്കെ, ഓക്കെ നന്ദന. എനിവേ, ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ കരിയേഴ്സ്. താങ്ക് യു സോ Thank മച്ച്. you so much for joining with us.